ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഹിക്വിഷൻ്റെ ഒക്കെ DVR അല്ലെങ്കിൽ NVR അല്ലെങ്കിൽ IP ക്യാമറകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റോറേജ് മാനേജ്മെൻറ്റിനകത്ത് നമുക്ക് കാണാൻ കഴിയും NAS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ NAS എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഫയൽ സെർവർ എന്നാണ്. അതായത് നമ്മുടെ വലിയ ഓഫീസുകളിലൊക്കെ അവർക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സെർവർ ഉണ്ടാകും. അപ്പോൾ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അവരുടെ ഫയൽസ് ഒക്കെ സേവ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫയൽ സെർവർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് റെക്കോർഡ് ചെയ്യാവുന്ന ഓപ്ഷനാണ് ശരിക്കും ഈ ഒരു NVR-ലും DVR-ലും IP ക്യാമറകളിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫയൽ സെർവർ നമ്മൾ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാധാരണക്കാരെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അപ്പോൾ സാധാരണക്കാർക്ക് അവരുടെ കയ്യിലൊരു യൂസ്ഡ് കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ സെർവറായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ളൊരു പഴയൊരു കമ്പ്യൂട്ടറാണ്, പഴയതോ പുതിയതോ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയൊരു കമ്പ്യൂട്ടറുണ്ട്. ഞാൻ അതിലേക്ക് എൻ്റെ കയ്യിലുള്ളൊരു 2 TB ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ എൻ്റെ കയ്യിലൊരു SSD കൂടെ ഉണ്ട്. അപ്പോൾ ഈ SSD എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, നമ്മുടെ TrueNAS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ TrueNAS എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ നേരത്തെ നമുക്കിത് FreeNAS എന്നുള്ള പേരിലായിരുന്നു. ഇപ്പോൾ അത് TrueNAS എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ടും മാറ്റി മാറ്റി പറയുന്നത്. അപ്പോൾ ഈ ഒരു TrueNAS എന്നുള്ള സോഫ്റ്റ്വെയർ ഒരു 1 GB വരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഈ SSDയിലായിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ 2 TB ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോണത് TrueNAS എന്നുള്ളൊരു സോഫ്റ്റ്വെയർ വഴിയാണ്. അപ്പോൾ ഈ ഒരു TrueNAS എന്നുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടുത്തെ സ്റ്റേബിൾ വെർഷനാണ്. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് TrueNAS CORE 13.0 എന്ന് പറഞ്ഞ ഒരു വെർഷനാണ് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതുപോലെയുള്ളൊരു ഫയലായിരിക്കും വരിക. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണ കാണിച്ചു തരാം. ഇതുണ്ട് TrueNAS 13.0 എന്ന് പറഞ്ഞാൽ ഒരു 1 GB സൈസുള്ളൊരു ഫയലായിരിക്കും. കണ്ടോ, 1 GBക്ക് അടുത്ത് സൈസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ നമുക്ക് ബൂട്ടബിൾ പെൻഡ്രൈവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റുഫൂസ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമെന്ന് തന്നെ നിങ്ങൾക്കൊരു ബൂട്ടബിൾ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാം. ഈ ബൂട്ടബിൾ പെൻഡ്രൈവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് മുതലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ കമ്പ്യൂട്ടർ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പഴയ മദർ ബോർഡാണ്, നാനോടെക് എന്നുള്ളൊരു കമ്പനിയുടെ ഒരു പഴയ മദർ ബോർഡാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു SSD മാത്രമാണ് ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ബൂട്ട് TrueNAS എന്നുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ TrueNAS ബൂട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഇൻസ്റ്റാൾ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റലേഷൻ സെലക്ട് ചെയ്തു. ഇൻസ്റ്റലേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ദീസ് കമ്പ്യൂട്ടർ ഹാസ് ലെസ് ദാൻ റെക്കമെൻഡഡ് 8 GB. അപ്പോൾ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന 8 GB റാമാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ SSD മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു SSDയിലേക്ക് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഹാർഡ് ഡിസ്കുകൾ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു SSDയിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും ഇറൈസ് ആയി പോകുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ എന്ന് അടിക്കുക. അപ്പോൾ ഇവിടെ ഈ TrueNAS സെർവറിന് ഇപ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാസ്വേഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ പാസ്വേഡ് കൊടുത്തു, എൻ്റർ അടിക്കുന്നു. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ബൂട്ട് പോയ UEFI ബയോ സെറ്റിങ്സും അതുപോലെ സാധാരണ ബയോ സെറ്റിങ്സ്. ഞാനിപ്പോൾ നോർമൽ ബയോ സെറ്റിങ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സ്വാപ്പ് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വിർച്വൽ മെമ്മറിയാണ്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് സ്വാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നു, എൻ്റർ അടിക്കുക. അപ്പോൾ വീഡിയോ ഞാനൊന്ന് പോസ് ചെയ്യുകയാണ്. ഇനി ഒരു 15 മിനിറ്റോളം ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. ഇൻസ്റ്റലേഷന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് നമ്മുടെ ഇൻസ്റ്റലേഷൻ മീഡിയ റിമൂവ് ചെയ്തോളാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പെൻ ഡ്രൈവ് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ റീബൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ NAS സെർവർ ആദ്യമായിട്ട് ബൂട്ട് ചെയ്ത് വരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം, ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ നമ്മുടെ NAS സെർവർ ഇവിടെ ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു IP അഡ്രസ്സ് ലാസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്, 192.168
29.127 എന്ന് പറഞ്ഞൊരു IP ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സിന് നമ്മൾ വേറൊരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ വഴി ഗൂഗിൾ ക്രോം വഴി നമുക്കിതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോം എടുത്തിട്ട് നമ്മൾ TrueNAS സെർവറിൻ്റെ IP അഡ്രസ്സ് ഇവിടെ കൊടുക്കുക 29.127 കൊടുത്ത് ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജ് തെളിഞ്ഞ് വരും. ഇത് നമ്മുടെ സെർവർ ഫങ്ഷൻ ചെയ്യുന്ന തെളിവാണ്. അപ്പോൾ നമ്മളിവിടെ അഡ്മിൻ അല്ല, യൂസർ നെയിം റൂട്ടാണ് ഇവിടുത്തെ സൂപ്പർ യൂസർ. പിന്നെ നമ്മൾ ഇൻസ്റ്റലേഷൻ ടൈമിൽ കൊടുത്ത ആ ഒരു പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഡാഷ്ബോർഡാണ്. ഇതിനകത്ത് നമ്മുടെ CPU ഏതാണ്, നമുക്ക് എത്ര മെമ്മറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവരൊരു 8 GB മെമ്മറിയാണ് റെക്കമെൻഡ് ചെയ്തേക്കണമെങ്കിലും 4 GB ഇത് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോറേജ് പൂളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അതിന് മുന്നേ തന്നെ നമുക്കൊരു 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സിസ്റ്റം എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ജനറൽ സെറ്റിങ്സ് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ടൈം സോൺ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം സോൺ കിടക്കുന്നത് ഏതാണ്ട് ആഫ്രിക്ക അതൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഏഷ്യ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ ടൈം സോൺ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടൈം സോൺ ഇവിടെ ഏഷ്യ കൊൽക്കത്തയാണ്. അത് സെലക്ട് ചെയ്ത ശേഷം സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് നമുക്ക് സ്റ്റാറ്റിക് IP അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനിവിടെ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയാൽ ഇൻ്റർഫേസ് എടുക്കാൻ പറ്റും. ഇൻ്റർഫേസിൽ ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ IP അഡ്രസ്സ് കാണിക്കുന്നത്. ഞാനിപ്പോൾ അത് സ്റ്റാറ്റിക് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റ് എന്നുള്ള ബട്ടണിൽ പോയിട്ട് ഈ ഒരു ടിക്ക് ഉണ്ടല്ലോ, നമ്മുടെ DHCP എന്നുള്ള ടിക്ക് എടുത്ത് കളയുക. എന്നിട്ട് ഇവിടെ നമ്മുടെ IP അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് IP അഡ്രസ്സ് ഏതെങ്കിലും മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് മാറ്റാം. 192.168.29. ഇപ്പോൾ ഞാനൊരു IP കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 199 എന്ന് പറഞ്ഞൊരു IP അഡ്രസ്സ് ഞാനിപ്പോൾ നമ്മുടെ NAS സെർവറിന് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് അപ്ലൈ എന്നടിക്കുന്നു. ടെസ്റ്റ് ചേഞ്ചസ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ടെസ്റ്റ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ചേഞ്ച്, നെറ്റ്വർക്ക് കണക്ടിവിറ്റി ക്യാൻ ബി ഇൻറ്ററപ്റ്റഡ്, കൺഫേം ടെസ്റ്റ് ചേഞ്ചസ് എന്ന് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ലോഗ് ഔട്ട് ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്ത ശേഷം നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ പുതിയ IPയിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 192.168.29.199 ആണ് ഇപ്പോൾ നമ്മുടെ പുതിയ IP. കണ്ടോ, ഇപ്പോൾ പുതിയ IP അഡ്രസ്സിലായിരിക്കും ഇനി നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിക് IP അഡ്രസ്സായിട്ട് നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ NAS സെർവറൊക്കെ കോൺഫിഗർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് IP അഡ്രസ്സ് ഡിസ്കണക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വേറെ IP വല്ലതും വരാനുള്ള ചാൻസസും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇത് സേവ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് സെർവറായിട്ട് നമ്മളിതിനെ സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ സ്റ്റോറേജ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂൾസ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് പൂൾ എന്നുള്ള ബട്ടണിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ ഒരു പേരിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ പേര് കൊടുക്കാം. my_ipcam എന്നുള്ള പേര് ഞാനിവിടെ ഇടുകയാണ്. my_ipcam. എന്നിട്ട് ഇവിടെ നമുക്ക് 2 ഹാർഡ് ഡിസ്ക് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഒരു 2 TB, ഇതൊരു 2 TB ഹാർഡ് ഡിസ്ക്കും ഇതൊരു 1 TB ഹാർഡ് ഡിസ്ക്കുമാണ്. ഇവിടെ ഞാൻ ഈ 2 TB ഹാർഡ് ഡിസ്ക് മാത്രം സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഇത് വെച്ചിട്ട് വേറൊരു പരിപാടി കൂടെ ചെയ്യാനുണ്ടായതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ആഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് പ്രസ് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത ശേഷം ഫോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവരിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറയണമെന്ന് വെച്ചാൽ നമുക്ക് 2 ഹാർഡ് ഡിസ്ക് ഒരേപോലെയുള്ളത് വെച്ച് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് മാത്രം ഇടുന്നതുകൊണ്ട് ഡാറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് പൂൾ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് പൂൾ ക്രിയേറ്റ് ചെയ്യാം. ഒരല്പസമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പൂൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. my_ipcam എന്നാണ് നമ്മുടെ പൂളിൻ്റെ പേര്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഷെയർഡ് ഡയറക്ടറിയാണ്. ഷെയറിംഗ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിക്സ് ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. NVR, DVR, IP ക്യാമറകൾക്ക് എല്ലാം വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട യൂണിക്സ് ഷെയർ ആണ്. ഇതിലിവിടെ ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ my_ipcam എന്നുള്ള നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ആ പൂൾ ഇവിടെ കാണിക്കുക. ആ പൂളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു ടിക്കറ്റ് കൊടുക്കുക. ടിക്കറ്റ് ശേഷം അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇതിനകത്ത് ആക്സസ് എന്നുള്ളതിൻ്റെ സബ്ബായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻസിൽ നമുക്ക് റൂട്ടിനാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ നോബഡി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നോബഡി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കൊരു NFS ഷെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്.
ഇനി നമ്മൾ സർവീസസിലേക്ക് വന്നു കഴിഞ്ഞാൽ സർവീസസിൽ ഇപ്പോൾ NFS നമ്മൾ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. NFS ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടിക്ക് ഇടാൻ മറന്നു പോകരുത്. കാരണം എന്ന് വെച്ചാൽ TrueNAS എന്നുള്ള ഈ ഒരു സിസ്റ്റം സെർവർ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർവീസ് ഓട്ടോമാറ്റിക് ഓണായി വരാനുള്ള ഓപ്ഷനാണത്. അതിനുശേഷം നമ്മളിവിടെ സെർവ് UDP NFS ക്ലയൻറ്റ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഇടുക. അലോ നോൺ റൂട്ട് മൗണ്ടും ടിക്കിട്ട ശേഷം സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ DVR-ലേക്ക് വരിക. ഇപ്പോൾ ഞാനൊരു സാധാരണ DVR ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 192.168.29.69 എന്നുള്ളതാണ് ആ ഒരു DVR-ൻ്റെ IP അഡ്രസ്സ്. അതിവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഹിക്യൂഷൻ്റെ ആ ഒരു DVR-ൻ്റെ പേജ് ഇവിടെ തെളിഞ്ഞ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആ DVR-ൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യുക. ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി കോൺഫിഗറേഷൻ ടാബിലേക്ക് വരിക. കോൺഫിഗറേഷൻ ടാബിൽ നമുക്ക് സ്റ്റോറേജ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. സ്റ്റോറേജ് മാനേജ്മെൻറ്റ് എടുക്കുക. അവിടെ ഇപ്പോൾ നമുക്ക് ആകെ ഞാനൊരു 250 GB ആണ് ഈ ഒരു DVR-ൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ഹാർഡ് ഡിസ്ക്. ഇനി നിങ്ങൾ ഈ TrueNAS-ലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കണ്ടോ ഒരു പാത്ത് എന്ന് എഴുതിയേക്കുന്നതിനകത്ത് /MNT/my-ipcam എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അവൈലബിൾ സ്പേസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് 1.76 TB ആണ്. അതായത് ഒരു 2 TBക്ക് അടുത്ത് ഹാർഡ് ഡിസ്ക്കാണ് നമ്മൾ ഇതിനകത്ത് ഇവിടെ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഇനി എന്ത് ചെയ്യുന്നു, ഈ ഒരു NVR-ൻ്റെ അകത്തേക്ക് ഈ ഒരു DVR-ൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മൗണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നെറ്റ് HDD എന്ന് എഴുതിയ ഓപ്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലരും NAS എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ NAS സെർവർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. അതിൻ്റെ IP അഡ്രസ്സ് നിങ്ങൾക്കറിയാം 192.168.29.199. എന്നിട്ട് സെർച്ച് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ NAS സെർവറിൽ നമ്മൾ MNT/my-ipcam എന്നിവിടെ ചെയ്തേക്കണം ആ ഒരു ഫോൾഡർ ഈ ഒരു DVR ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത ശേഷം OK ബട്ടൺ പ്രസ് ചെയ്യാം. എന്നിട്ട് അതിവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. ഇനി സേവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ അതിവിടെ സേവ് സക്സസ്ഡ് എന്ന് എഴുതി കാണിച്ചു. ഇനി നമുക്ക് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു HDD മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു വിൻഡോയിലേക്ക് അത് വന്നു കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ ഒരു 1.76 GB ഇവിടെ മൗണ്ടായിട്ട് കാണാൻ പറ്റും. ഇതിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ അൺഇനിഷ്യലൈസ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഫോർമാറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഫോർമാറ്റ് HDD. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ നമ്മുടെ ആ ഒരു 2 TB ഇവിടെ ഹാർഡ് ഡിസ്ക് മാനേജ്മെൻറ്റിനകത്ത് നോർമൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 2 ഹാർഡ് ഡിസ്ക് ഉള്ള പോലെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം NAS എന്നുള്ള രീതിയിലാണ്, മറ്റേത് നമ്മുടെ ലോക്കലായിട്ടിരിക്കുന്ന ഹാർഡ് ഡിസ്ക്കാണ്. ഇപ്പോൾ ഒരേ സമയം നമ്മുടെ ഈ ഒരു DVR-ലും അതേപോലെ തന്നെ ഈ ഒരു NAS സെർവറിലേക്കും ഈ ഒരു ഹാർഡ് ഡിസ്ക് ഡാറ്റ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റി കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പുതിയ വീഡിയോസിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.